വെൽക്കം ടു ക്യൂബിറ്റ് PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ഈ അടുത്ത് നടത്തിയ കുറച്ച് പരീക്ഷകളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ എ റോഷി അഗസ്റ്റിൻ, ബി രാമചന്ദ്രൻ കടന്നപ്പള്ളി, സി സജി ചെറിയാൻ, ഡി MM മണി. അപ്പോൾ ഉത്തരം ഏതാണ്? സി സജി ചെറിയാനാണ് ശരിയായ ഉത്തരം. റോഷി അഗസ്റ്റിൻ ജലവിഭവ മന്ത്രിയാണ്. രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു വകുപ്പ് മിനിസ്റ്ററാണ്. MM മണി ഇപ്പോൾ നിലവില് മന്ത്രിയല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പെഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണ്? ബക്രാനങ്കൽ ഡാം, ഫരാക്കെ ഡാം, സർദാർ സരോവർ ഡാം, ബഗ്ലിഹാർ. ബഗ്ലിഹാർ ഡാമാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് തടയാനായി അടച്ച ഡാം. അടുത്ത ക്വസ്റ്റ്യൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? NS മാധവൻ, P വത്സല, S ഹരീഷ്, അശോകൻ ചെരുവിൽ. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. അതിന്റെ കൂടെ നമുക്ക് 2025 പുരസ്കാര ജേതാവ് ആരാന്ന് നോക്കാം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപിള്ളയാണ്. KG ശങ്കരപിള്ള. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിന്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയതാരാണ്? ഗുരജട അപ്പറാവു, രവീന്ദ്രനാഥ ടാഗോർ, ONV കുറുപ്പ്, ഡോക്ടർ സിന്ധലിംഗയ്യ. ഗുരജട അപ്പറാവു ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്തു പേരിലാണ്? ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ സിന്ധു, ഓപ്പറേഷൻ ഗംഗ, ഓപ്പറേഷൻ ശക്തി. ഉത്തരം ഓപ്പറേഷൻ സിന്ധു ആണ്. അതിന്റെ കൂടെ നമുക്ക് ഈ ഓപ്പറേഷൻസ് ഒക്കെ ഏതാണെന്ന് നോക്കാം. ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ ഗംഗ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉക്രൈനിലെ ഇന്ത്യക്കാരെ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഗംഗ. ഓപ്പറേഷൻ ശക്തി ഇന്ത്യ നടത്തിയ ആണവ പരീക്ഷണമാണ്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, കേരളം. ഉത്തരം കേരളം. അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം? ജപ്പാൻ, ഫ്രാൻസ്, ജർമ്മനി, ചൈന. ഉത്തരം ചൈന. പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം AI ടൂൾ ഏതാണ്? ഡീപ് മൈൻഡ്, ചാറ്റ് ബോട്ട്, ആൽഫാഫോൾഡ്, ക്ലോഡ്. ഉത്തരം ആൽഫാഫോൾഡ്. അടുത്ത ക്വസ്റ്റ്യൻ. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം? ഗോദാവരി ആർച്ച് പാലം, ചെനാബ് റെയിൽവേ പാലം, പാമ്പൻ റെയിൽവേ പാലം, കൊങ്കൺ റെയിൽവേ പാലം. ഉത്തരം ചെനാബ് റെയിൽവേ പാലം. അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ നോക്കാം. ഇതിന്റെ ഉയരം 359 മീറ്റർ ആണ്. നീളം 1315 മീറ്റർ ആണ്. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെയാണ് ഈ റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത്. 2025 ജൂൺ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇതിന് ഈഫൽ ടവറിനേക്കാളും 35 മീറ്റർ ഉയരമുണ്ട്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാം? ഭഗവത്ഗീത, നാട്യശാസ്ത്രം, രാമായണം, യജുർവേദം. ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം, 1, 2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ബംഗളൂരു, ഹൈദരാബാദ്, അമരാവതി, പൂനെ. ഉത്തരം അമരാവതി. അടുത്ത ക്വസ്റ്റ്യൻ. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ്? ചാറ്റ് GPT, ഡീപ് സീക്ക്, ജെമിനൈ, ക്ലൗഡ്. ഉത്തരം ഡീപ് സീക്ക്. ബാക്കിയുള്ളതെല്ലാം അമേരിക്കേൻ്റെതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്. കൊല്ലത്താണ് ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം? ഉത്തർപ്രദേശ്, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, ആസാം. പശ്ചിമ ബംഗാളാണ് ആൻസർ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഡേവിഡ് ബക്കർ, ജോൺ ഫോസ്, ഹാൻ കാങ്, ഹറോൾഡ് പിന്റർ. ഉത്തരം ഹാൻ കാങ്. അതിന്റെ കൂടെ 2025 സാഹിത്യ നോബൽ നേടിയത് ലാസ്ലോ ക്രാസ്നഹോർക്ക. 2025 നൊബേൽ സമ്മാനം നേടിയത് ലാസ്ലോ ക്രാസ്നഹോർക്ക. ഇദ്ദേഹം ഹംഗറി ദേശക്കാരനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി? റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, പി പ്രസാദ്, പി രാജീവ്. കെ കൃഷ്ണൻകുട്ടിയാണ് കേരളത്തിലെ വൈദ്യുത മന്ത്രി. പി രാജീവ് നിയമമന്ത്രിയാണ്. നിയമം വ്യവസായമാണ് കൈകാര്യം ചെയ്യുന്നത്. പി പ്രസാദ് കൃഷി മന്ത്രിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി? വി അബ്ദുറഹ്മാൻ, കെ രാധാകൃഷ്ണൻ, പി രാജീവ്, പി പ്രസാദ്. വി അബ്ദുറഹ്മാൻ ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി. കെ രാധാകൃഷ്ണൻ ഇപ്പോൾ നിലവിൽ മന്ത്രിയല്ല. പി പ്രസാദ് കൃഷിമന്ത്രി, പി രാജീവ് നിയമമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ. 2023 രസതന്ത്ര നോബൽ പ്രൈസ് ഏതിന്റെ കണ്ടുപിടുത്തത്തിനായാണ് നൽകപ്പെട്ടത്? ക്വാണ്ടം വെൽസ്, ക്വാണ്ടം ഡോട്ട്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഉത്തരം ക്വാണ്ടം ഡോട്ട്സ്. ഇതിന്റെ കൂടെ തന്നെ 2025 രസതന്ത്ര നോബൽ നോക്കാം. 2025 രസതന്ത്ര നോബൽ ലഭിച്ചത് 3 പേർക്കാണ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം എന്ന കണ്ടുപിടുത്തത്തിനാണ് എന്ന കണ്ടുപിടുത്തത്തിനാണ് 3 പേർക്ക് രസതന്ത്ര നോബൽ ലഭിച്ചത്. ഒന്ന് സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, മൂന്ന് ഒമർ എം യോഗി. ഒന്നുകൂടെ പറയാം. 2023 രസതന്ത്ര നോബൽ പ്രൈസ് ലഭിച്ചത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന കണ്ടുപിടുത്തത്തിനാണ്. 2025 3 പേർക്കാണ് ലഭിച്ചത്. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യോഗി.
മെറ്റൽ ഓർഗാനിക് ഫ്രെയിം എന്ന കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് രസതന്ത്ര നോബൽ ലഭിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, ചിറയൻകീഴ്, കാട്ടാക്കട. ഉത്തരം നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 2025 മെയ് 2-നാണ് വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് ആണ് വിഴിഞ്ഞം തുറമുഖം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. അവരുടെ ജന്മദേശം നമീബിയയാണ്. ഈ പദവിയിൽ എത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ്. മുൻ ഒളിമ്പിക്സ് ബാഡ്മിന്റൺ താരമാണ് ക്രിസ്റ്റി കവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. ഇത് ശരിയാണ്. അവരുടെ ജന്മദേശം നമീബിയാണ്. ഇത് തെറ്റാണ്. ഈ പദവിയിൽ എത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വംശജയാണ് അവര്. ശരി. മുൻ ഒളിമ്പിക് ബാഡ്മിന്റൺ താരമാണ് ക്രിസ്റ്റി കവൻട്രി. ഇത് തെറ്റാണ്. ഇവർ നീന്തൽ താരമാണ്. അപ്പോ ഓപ്ഷൻ 1ഉം 3ഉമാണ് ശരിയായ ആൻസർ. ഇനി തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ PSC നടത്തിയ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.